നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 സെൻസസ് നടപടികൾ തുടങ്ങുകയാണ്. ഈ മാസം 16-ാം തീയതി മുതലായിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചോ നമ്മൾ സെൻസസ് നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം അടുത്ത മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയും നമ്മൾ കൊടുത്ത കാര്യങ്ങളും നമ്മുടെ ബന്ധപ്പെട്ട രേഖകളെല്ലാം അവർ പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും സെൻസസ് നടപടികൾ പൂർത്തിയാകുക. ഇതിൽ നമ്മൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം രേഖകളാണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്, രേഖകളിലെ പേര് വ്യത്യാസവും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നമ്മളെ ബാധിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. നമുക്കറിയാം, 4-5 വർഷം കൂടുമ്പോഴാണ് ഓരോ രാജ്യത്തും സെൻസസ് നടക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യയിൽ സെൻസസ് നടന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സെൻസസ് വീണ്ടും തുടങ്ങുകയാണ്. ഈ മാസം 16-ാം തീയതി മുതൽ നമുക്ക് ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേര്, വിവരങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊരു നമ്പർ ലഭിക്കുകയും ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയങ്ങളിൽ നമ്മൾ അത് അവർക്ക് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നീട് ഈ ഒരു സെൻസസ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ രീതി. നമ്മൾ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അത് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതും അതിലെങ്ങനെയാണ് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കേണ്ടത്, അതിലെങ്ങനെയാണ് OTP വരേണ്ടത്, OTP എങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മൾ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി എങ്ങനെ കൊടുക്കാം, വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ പേരുകൾ എങ്ങനെ കൊടുക്കാം എന്നതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രേഖകളെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ രേഖകൾ ചിലപ്പോൾ പലതിനും പല പേരുകളായിരിക്കും, പല ഡേറ്റ് ഓഫ് ബർത്തുകളായിരിക്കും, പല ഡീറ്റെയിൽസുകളായിരിക്കാം. അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളുടെയും മുതിർന്ന ആളുടെയും പേര് റേഷൻ കാർഡിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുള്ള ആളുകൾ ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകളെല്ലാം തിരുത്തുക എന്നുള്ളതാണ്. പല ആളുടെയും, പ്രത്യേകിച്ച് 30-40 വയസ്സുള്ള ആളുടെയും എല്ലാം ജനന സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അതിലൊരുപാട് തെറ്റുകളുണ്ട്. നമ്മുടെ SLC ബുക്കിൽ എങ്ങനെയാണ് നമ്മുടെ പേരുള്ളത് അതുപോലെ ആയിരിക്കണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേരുള്ളത് അതായിരിക്കണം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പല ആളുകൾക്കും പല പ്രശ്നങ്ങളും അവരുടെ രേഖകളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയങ്ങളിൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ ആളുകളും ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയങ്ങൾ നമുക്കെല്ലാം ഇത് പെട്ടെന്ന് തന്നെ ചെയ്താലും നമ്മുടെ സെൻസസ് നടപടികൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പർ താല്പര്യമുള്ള ആളുകൾ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി. വാട്സപ്പ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്കെല്ലാം നമ്മൾ ഓരോ ഓഫീസുകളിൽ നിങ്ങൾ നേരിട്ട് പോകാതെ നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ ലഭിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ വീഡിയോ കാണുമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്.
നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.